ഹായ് ഫ്രണ്ട്സ്, ഞാൻ പലപ്പോഴും പല ആളുകളോട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോഴത്തേനും പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വർഷം ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു, പക്ഷേ ഈ വർഷം ക്ലെയിം ഒന്നും വന്നില്ല, അഥവാ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും വന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ അടച്ച പൈസ നഷ്ടമാകില്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതായത് അപ്പം ഇതിനകത്തൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോ ക്ലെയിം ബോണസുകളുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുക. അപ്പം അഥവാ നമുക്ക് ഓരോ പ്ലാനുകൾ അനുസരിച്ച് 25%, 50% വരെ നമുക്ക് നോ ക്ലെയിം ബോണസ് ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ആകുന്ന പ്ലാനുകളുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കവറേജുള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം 25% ആണെങ്കിൽ അടുത്ത വർഷം 12.5 ലക്ഷം ആയിരിക്കും കവറേജ് എമൗണ്ട് കിട്ടുക. പക്ഷെ നമ്മൾ 10 ലക്ഷത്തിന്റെ പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്ത വർഷം അതിന്റെ പിന്നത്തെ വർഷം നമുക്ക് ക്ലെയിം ഇല്ലെങ്കിൽ 15 ലക്ഷം ആയിരിക്കും കവറേജ്, പക്ഷേ 10 ലക്ഷത്തിന്റെ പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അടുത്തതിന്റെ പിന്നത്തെ വർഷം അല്ലെങ്കിൽ 17. അങ്ങനെ നമുക്ക് നോ ക്ലെയിം ബോണസുകളുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ തന്നെ 25% വെച്ച് ക്രെഡിറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ 50% വരെ നോ ക്ലെയിം ബോണസ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലെയിം വന്നില്ലാത്ത വർഷം നമുക്ക് അടച്ച പൈസ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നു വിചാരിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.